നമസ്കാരം, AT ടോക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. പ്രവാസികളായിട്ടുള്ള മലയാളികൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അവർ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ടോപ്പിക്കാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഏത് രീതിയിലാണ് വിനിയോഗിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണകുമാർ ബാലകൃഷ്ണ സാറാണ്. നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. വെൽക്കം സർ. താങ്ക് യു. അപ്പോൾ NRIസിനെ സംബന്ധിച്ച് എപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ്, അവരുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്ക് റിസ്ക് എടുക്കാൻ പേടിയുള്ളതുകൊണ്ട് ഏത് തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് പ്രവാസികൾ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടത്? എൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പ്രവാസി എന്ന് പറയുമ്പം ഏത് ഏജ് ഗ്രൂപ്പ് വലിയൊരു ഫാക്ടറാണ്, ഇൻകം വലിയൊരു ഫാക്ടറാണ്. അണ്ട് അവരുടെ നമ്മൾ സാധാരണ പ്രവാസികളാണ്, നമ്മൾ ബേസിക്കലി ഗൾഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്തെ പ്രവാസികളൊക്കെ സാറിന് അവിടെ സെറ്റിലാകുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ശരിക്കും മൂന്നാമത്തെ കാര്യം, അവരുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസെപ്റ്റ് ആ നാട്ടിലാണോ ഈ നാട്ടിലാണോ. പല ആൾക്കാർ അവിടെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആൾക്കാർ ധാരാളം പേര് ഇന്നത്തെ കാലത്തുണ്ട്. നമ്മളിപ്പോൾ ഒരു സംതിങ് അറൗണ്ട് ഒരു 25-30 years ഒരാളെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട സംഗതി എന്താണ്? ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തെല്ലാം ടാർഗറ്റ്സ് ഉണ്ട്? ഒന്ന്, നമ്മുടെ ഫാമിലി റൺ ചെയ്യുന്ന പൈസ കൂടാതെ, അത് നമ്മൾ എന്തായാലും മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എന്താണ് വളരെ ഷോർട്ട് ടൈം ടാർഗറ്റ്സ്? പെട്ടെന്ന് ഒരു ഫണ്ട് വന്നാൽ എന്ത് ചെയ്യണം, ഒരു ആവശ്യം വന്നാൽ എന്ത് ചെയ്യണം. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, നമുക്കൊരു ഷോർട്ട് ടൈം നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്സ്, ഒരു കാറ് മേടിച്ചു, ഒരു ഷോർട്ട് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ്. അങ്ങനത്തെ ഷോർട്ട് ടൈം കമ്മിറ്റ്മെൻറ്റ്സ് എങ്ങനെ മേക്കപ്പ് ചെയ്യും? മൂന്നാമത്തെ കാര്യം, കുട്ടികളുടെ പഠനം വളരെ ക്രിട്ടിക്കലാണ്. അത് ഷോർട്ട് ടൈം അല്ല, അത് ലോങ് ടൈം തന്നെയാണ് ശരിക്കും. ഇപ്പോൾ 25-30 years ഒരാളെ സംബന്ധിച്ച് കുട്ടികളുടെ പഠനം വരുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 20 years പോകും. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ പഠനം കഴിഞ്ഞിട്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം, ഇതിനെങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ കാര്യം, ഓവറോൾ അസറ്റ് ക്രിയേഷൻ. ഈ 5 കാര്യത്തിലാണ് ബേസിക്കലി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ പർപ്പസും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറയണ്ടേ ക്ലാരിറ്റിയും വേണ്ടത് ശരിക്കും. ആദ്യത്തെ സംഗതി നമ്മൾ പറയുന്നത് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫണ്ട്. പെട്ടെന്നൊരു എമർജൻസി വന്നു. ഇപ്പോൾ നമ്മുടെ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത്? എമർജൻസി വന്നാൽ പെട്ടെന്ന് കാശ് കയ്യിൽ പോയി സ്വർണ്ണം പണയം വയ്ക്കും. നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യമാണ്. ഒരു NRI സംബന്ധിച്ച് ഒരു എമർജൻസി ഫണ്ട് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെക്കുക എന്നുള്ള അത്യാവശ്യമാണ്. അപ്പം ബേസിക്കലി അവിടെ നിന്നും ഈക്വിറ്റി അല്ല ഞാൻ പറയുന്നത്, അവിടെയൊക്കെ ബേസിക്കലി FD ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഷോർട്ട് ടൈം, അല്ലെങ്കിൽ എന്താ പറയുക ലിക്വിഡ് ഫണ്ട്സിലേക്ക് നമുക്ക് ഇടാൻ സാധിക്കും. അവിടെ നമുക്ക് റിട്ടേണേക്കാൾ ഉപരി നമുക്ക് എമർജൻസി പെട്ടെന്നുള്ള എന്താ പറയുക ലിക്വിഡിറ്റിയാണ് ആവശ്യം ശരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ അവരോട് ഫോക്കസ് ചെയ്യേണ്ട സംഗതി. കാര്യം രണ്ടാമത്തെ സംഗതി എന്താണ്? ഷോർട്ട് ടൈം കമ്മിറ്റ്മെൻറ്റ്സ്. ഒരു കാറ് മേടിച്ചു, അല്ല നമ്മുടെ ഒരു 10 years നമ്മളൊരു ലോൺ എടുത്തൊരു വീട് മേടിച്ചെന്ന് വയ്ക്കുക, അല്ല സ്ഥലം മേടിച്ചു, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. ഷോർട്ട് ടൈം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഒരു 5 to 10 years കംപ്ലീറ്റ് ആയ കമ്മിറ്റ്മെൻ്റ് ആണ്. ഇതിലൊക്കെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ബേസിക്കലി ഡെറ്റിലാണ് ഡെറ്റ് ഫണ്ട്സ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടൈം ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ, മോർ ഓർ ലെസ് റിസ്ക് കുറവുള്ളതും റിട്ടേൺ ഏകദേശം ഈ പറയുന്ന കണക്ക് സ്റ്റേബിളായിട്ടുള്ള ഫണ്ട്സ് ആണത്. ഒന്ന് ഫണ്ട്സ് ഉണ്ട്, പിന്നെ ഷോർട്ട് ടൈം ബോൺസ് ഉണ്ട്. ശരി, ഇത് രണ്ടും അവർക്ക് ആ രീതിയിലേക്ക് ഒരു ഫണ്ട് അവർ കണ്ടെത്തി ആ രീതിയിലേക്ക് മാറ്റുവാണെങ്കിൽ കറക്റ്റായിട്ട് ഈ അടവ് കറക്റ്റായിട്ട് പൊക്കോളും. പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ഒന്നും ഇൻ്റർഫിയർ ചെയ്യാതിരുന്നാൽ മതി. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം വരുമ്പം അത് ഈ പറഞ്ഞ ലോങ് ടൈമിലേക്ക് നമ്മുടെ കൺസെപ്റ്റ്സ് മാറും. ഏതാ? കുട്ടികളുടെ പഠനം, കുട്ടികളുടെ വിദ്യാഭ്യാസം തന്നെ പഠനം, കുട്ടികളുടെ മാരേജ്, അല്ല വാട്ട് എവർ ഇറ്റ് ഈസ്. ഇങ്ങനത്തെ ലെവലിൽ വരാൻ നേരത്താണ് നമ്മുടെ ഇക്വിറ്റി എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ അടുത്ത് നമ്മൾ കാൽവെപ്പ് വരുന്നത്. ഇവിടെ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇറ്റ്സ് ഇക്വിറ്റി പ്ലസ് ഈ പറഞ്ഞ ഡെറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഡെറ്റ് ഫണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. കാര്യം ഒരു സൈഡ് ഗ്രോത്തുമായി, മറ്റേ സൈഡ് സ്റ്റെബിലിറ്റിയുമായി ശരിക്കും. ഒരു 60%, 50-60% ഇക്വിറ്റീസിലും ഒരു 40-50% ഡെറ്റിൽ വിട്ട് കഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് അവർക്ക് ഒപ്പിച്ച് പോകാൻ സാധിക്കും. ലോങ് ടൈം അല്ലേ? അപ്പോൾ CAGR കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു കോമ്പൗണ്ടിങ് ആയിട്ടുള്ള എമൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കും ഈ സംഗതി. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം, നമ്മുടെ റിട്ടയർമെൻറ്റ്. സാധാരണ ആൾക്കാർ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇഗ്നോർ ചെയ്യുന്ന വലിയൊരു കാര്യം LIC പെൻഷനാണ്. ആൾക്കാരും ഇൻട്രസ്റ്റ് കുറവാണ്. പല ആൾക്കാർ താല്പര്യമില്ലാതെ കാണിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഓൾഡ് ഏജ് ആകുമ്പം നമുക്കൊരു ഫിക്സഡ് വരുമാനം വേണം. നമുക്ക് ആ സമയത്ത് ഒരു ബിസിനസ് റൺ ചെയ്യാനോ, നമുക്ക് ആ സമയത്ത് പല കാര്യങ്ങളിലൂടെ നമ്മൾ ലിമിറ്റഡ് ആയിരിക്കും, നമ്മുടെ മൂവ്മെൻറ്റ് ലിമിറ്റഡ് ആയിപ്പോൾ.
നമുക്കപ്പം ഫിക്സഡ് വരുമാനം അത്യാവശ്യമാണ് ശരിക്കും. ഇൻ ദാറ്റ് കേസ് LIC പെൻഷൻ ഈസ് ദി ബെസ്റ്റ് ആക്ച്വലി. കാര്യം എന്താണെന്ന് വെച്ചാൽ അറ്റ് പ്രസൻറ്റ് സംതിങ് അറൗണ്ട് 25-30 ഇയേഴ്സ് ഒരാൾക്കുള്ള ലോങ് ടൈം പെൻഷൻ പ്ലാനിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്ന് 7% ആവറേജ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇത്രയും ലോങ് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് പെൻഷൻ മേടിക്കുന്നത്. അപ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് ഈ സാധനം കോർപ്പസ് മാറും ശരിക്കും. കോർപ്പസ് മാറുന്നതിന് ശേഷം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ അതുപോലെ ഇൻഫ്ലേഷൻ കോസ്റ്റൊക്കെ അതിൻ്റെ വർക്കൗട്ട് വരുന്നുണ്ട്. ഇതെല്ലാം വർക്കൗട്ട് ചെയ്താൽ പോലും എന്താ സംഭവിക്കുന്നത്, ആ ഒരു സമയത്ത് മേ ബി ആഫ്റ്റർ 20 ഇയേഴ്സ് 25 ഇയേഴ്സ് കഴിഞ്ഞുള്ള പെൻഷൻ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ പറയുന്നില്ല, നമ്മുടെ ആ പെൻഷനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ലോങ് ടൈം നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നതിൽ ഒരു പങ്ക് മേ ബി 30-40-50% അത് ഒരാൾക്ക് റിസ്ക് പ്രൊഫൈലിൽ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. ആ ഒരു പങ്ക് മാറ്റി വെച്ചാൽ അതൊരു ഫിക്സഡ് വരുമാനമായിട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് വരും. ഫിക്സഡ് വരുമാനം മാത്രമല്ല, അതിൻ്റെ വേറെ പ്ലസ് പോയിന്റ് ഉണ്ട്. നമ്മുടെ കാലശേഷം നമ്മുടെ വൈഫിന് അത് തന്നെ കിട്ടും. അതിനുശേഷം കുട്ടികൾക്ക് ഈ പൈസ വിത്ത് 5% ഇൻട്രസ്റ്റ് അത് തിരിച്ചു കിട്ടും. ഇപ്പോൾ 5% മാറിയോ എന്ന് എനിക്കറിയില്ല, അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ശരിക്കും. വളരെ ക്രിട്ടിക്കലാണ് LIC പെൻഷൻ. നല്ല ശതമാനം ആൾക്കാരും അധികം ശ്രദ്ധിക്കാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് LIC പെൻഷൻ. പല ആൾക്കാരും വന്ന് ഇൻട്രസ്റ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ബാക്ക് ബോണാണ് അറ്റ് ദി ഓൾഡ് ഏജിൽ. ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എന്താ പറയണ്ടത് 60% അല്ലെ വാട്ട് എവർ ഇറ്റ് ഈസ്. നേരത്തെ നമ്മൾ കുട്ടികളുടെ പറഞ്ഞ പോലെ തന്നെ 60-40 പറഞ്ഞത്, അത് കണക്ക് ഇവിടെ നിങ്ങൾക്ക് % ഉണ്ടാക്കാൻ സാധിക്കും. മേ ബി 30% ഇക്വിറ്റി, മേ ബി 20% LIC പെൻഷൻ, ബാക്കി ഉള്ള 50% എന്ത് ചെയ്യണം. ഇതിന് ബെസ്റ്റ് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിനകത്തെ ETF ഫണ്ട്സ്, ഇപ്പം നിഫ്റ്റി ബീസ് മേടിക്കാൻ പറ്റും. നിഫ്റ്റിയുടെ ലോങ് ടൈം CAGR എന്ന് പറയുന്നത് ആവറേജ് 15% ആണ്. നിഫ്റ്റിയുടെ വാല്യുവേഷൻ കിടക്കുന്നത് സംതിങ് അറൗണ്ട് PE വാല്യൂ കിടക്കുന്നത് അറൗണ്ട് 20-21 കിടക്കുന്നത്. ഇതാണ് ആവറേജ് നിഫ്റ്റിയുടെ PE വാല്യുവേഷൻ. എപ്പോഴൊക്കെ വാല്യുവേഷൻ കൂടുന്നു അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യല്, എപ്പോഴൊക്കെ വാല്യുവേഷൻ 20-21 താഴെ പോകുന്നു അപ്പോഴൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. കാര്യം എന്താ, ഒരു നിഫ്റ്റി വാല്യുവേഷൻ നമുക്ക് 18 കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ വാല്യുവേഷൻ തിരിച്ച് വീണ്ടും മീനിലേക്ക് വരും. ഇതിൻ്റെ പറഞ്ഞ പേര് മീൻ റിവേഷൻ എന്നാണ്. തിരിച്ചു മീനിലേക്ക് വന്ന് വീണ്ടും 20-21 വരുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം വളരും. സപ്പോസ് 20-21 മാർക്കറ്റ് നേരെ എക്സ്പെൻസീവ് ലെവലിലേക്ക് മാറുവാണ്, 23-24 വരുമ്പോൾ ചെയ്യേണ്ട, ചുമ്മാ അറിയിരുന്നു. കാര്യം എന്താ, തിരിച്ച് മീനിലേക്ക് വരും. അത് മീൻ ഇസ് 20-21 ആണ്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. ഈ രീതി വേണം നിഫ്റ്റിയിലെ എപ്പോഴും നിങ്ങൾ നിഫ്റ്റി ബീസോ നിഫ്റ്റിയിലുള്ള എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയേ ചെയ്യാവുള്ളൂ. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വാല്യുവേഷൻ കൂടുമ്പം നമ്മൾ മേടിക്കുന്നില്ല, നമ്മൾ മാറി നിൽക്കുക. വാല്യുവേഷൻ താഴുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, എപ്പോഴും നമ്മുടെ റിട്ടേൺ നിഫ്റ്റിയുടെ ആവറേജ് CAGR 15% ആണെങ്കിൽ നമ്മുടെ റിട്ടേൺ 17-18 മാറ്റാൻ സാധിക്കും ലോങ് ടൈമിൽ. ഈ രീതിയിൽ വേണം നിഫ്റ്റിയിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഈ രീതി വർക്കൗട്ട് ചെയ്താൽ ഇറ്റ് വിൽ ഗിവ് യു വണ്ടർഫുൾ റിട്ടേൺ. അപ്പോൾ നമ്മൾ 30% അത് കഴിഞ്ഞുള്ള LIC പെൻഷൻ പറഞ്ഞു 20-30% ഇതിൻ്റെ 30% ഇൻവെസ്റ്റ് ചെയ്യാം. സോ സംതിങ് അറൗണ്ട് ദിസ് വിൽ കം അറൗണ്ട് 70-80%. ബാക്കി 20% ഇൻവെസ്റ്റ് ചെയ്യും. 2 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, യു ക്യാൻ ഗെറ്റ് NRI ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് എക്സ്പോഷർ, US മാർക്കറ്റ് എക്സ്പോർട്ട് നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് അഡീഷണൽ എക്സ്പെൻസസ്. ഇന്ത്യയിൽ നിന്ന് ചെയ്യാൻ പറ്റും, പക്ഷേ എക്സ്പെൻസ് ഭയങ്കരമാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് എന്തുകൊണ്ടാണ്, നമ്മൾ ഡോളർ റുപ്പി വാല്യുവേഷനുള്ള വ്യത്യാസം, പിന്നെ പല പല ടാക്സുകളുണ്ട്. ഇതൊക്കെ NRI സംബന്ധിച്ച് ഇതൊന്നുമില്ല. കാര്യം ഫോർ എക്സാമ്പിൾ UAE ഒരാളെ സംബന്ധിച്ച് ഡോളർ പ്രൈസ് എത്ര വന്നാലും UAE ആ എന്താ പറയണ്ട ആ എക്സ്ചേഞ്ച് റേറ്റിൽ വ്യത്യാസം വരുന്നില്ല, അത് ഫിക്സഡ് ആണ് ശരിക്കും. അപ്പം ഒരു എക്സ്ചേഞ്ച് റേറ്റും UAE ദിർഹവും ഡോളറും തമ്മിലുള്ള കമ്പാരിസനെ ബാധിക്കത്തില്ല. അപ്പോൾ തന്നെ എക്സ്ചേഞ്ചിൽ വരുന്ന നഷ്ടങ്ങളോ ഒന്നും അതിൻ്റെ അത് ബാധിക്കത്തില്ല. കമ്പാരിറ്റീവ്ലി ടാക്സസ് വളരെ കുറവാണ് ഇവന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള 20% ആ ഒരു എക്സ്പോഷറിലേക്ക് 20 ചെയ്യണമെന്നില്ല, 20 ഒരു പകുതി എക്സ്പോഷറിലേക്ക് കൊടുത്താൽ ബാക്കി 10% പിന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഒരു 10-20% വാട്ട് ബീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കോർപ്പറേറ്റ് ബോൺസ് ഉണ്ട്. കോർപ്പറേറ്റ് ബോൺസ് എന്ന് വെച്ചാൽ എന്താ, ടോപ്പ് കമ്പനികളുടെ AAA റേറ്റഡ് ബോൺസ്, കെയറിൻ്റെ AAA റേറ്റഡ് ബോൺസ് വേണം നോക്കാനായിട്ട്. AAA റേറ്റിൽ താഴെ ഒരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യൽ. ഏറ്റവും ടോപ്പ് ക്വാളിറ്റി റേറ്റിംഗ് ഉള്ള ബോൺസ് AAA റേറ്റിംഗ് ആണ്. ഗോൾഡൻ പൈ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ഗോൾഡൻ പൈ സൈറ്റിൽ കയറുവാണെങ്കിൽ ടോപ്പ് കമ്പനീസിൻ്റെ ബോൺസ് നമുക്ക് മേടിക്കാൻ പറ്റും, ലോങ് ടൈം ബോൺസ് മേടിക്കാൻ പറ്റും. ദേ വിൽ ഗിവ് എക്സലൻറ്റ് റിട്ടേൺ. അത് നമ്മുടെ സാധാരണ ഇൻഫ്ലേഷൻ കാലം മേളിൽ റിട്ടേൺ വരും. ഈ രീതിയിലേക്ക് നമ്മൾ നമ്മുടെ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വി ക്യാൻ ഹാവ് എ വണ്ടർഫുൾ ഈ പറയുന്ന കണക്ക് ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് നമുക്ക് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ കാര്യം, ഓവറോൾ അസറ്റ് മാനേജ്മെൻറ്റ്, ഓവറോൾ അസറ്റ് ക്രിയേഷൻ. ഓരോ അസറ്റ് ക്രിയേഷൻ നമുക്ക് ഗോൾഡ് എടുക്കാം, സിൽവർ എടുക്കാം, വാട്ട് എവേഴ്സ് കമ്മോഡിറ്റി എടുക്കാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ അതിനോടൊപ്പം തന്നെ എന്താ പറയണ്ടേ, സം പീപ്പിൾ വാണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ
എന്താ പറയുക ഷെയർ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. REIT എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ സാധിക്കും, ലോങ് ടൈം അസറ്റ് ക്രിയേഷൻ. അതുപോലെ തന്നെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം വെച്ചാൽ ടോപ്പ് സ്മോൾ ക്യാപ് കമ്പനീസിൽ എല്ലാ കമ്പനികളും കയറി പോകത്തില്ല. ബെസ്റ്റ് കമ്പനി പലപ്പോഴും കണ്ടിന്യൂസ് റിസൾട്ട് തന്നതിന് ശേഷം വാല്യൂഷൻ റിച്ചായതിനു ശേഷം ഒന്ന് താഴെ വരും, താഴെ കുറച്ച് നാൾ താഴെ കിടക്കും. നല്ല കമ്പനീസ് ആയിരിക്കും. ഈ കമ്പനികളെ അനലൈസ് ചെയ്യേണ്ടത് ബിസിനസ്സിനാണ് അനലൈസ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ലോങ് ടൈമിലേക്കാണ് പോകുന്നത്. ഈ ബിസിനസ്സസ് നമ്മളെ സംബന്ധിച്ച് ഗ്രോത്ത് ഉള്ള ബിസിനസ്സാണ്. നമ്മൾ ഗൂഗിൾ ചെയ്ത് കിട്ടും ഇന്ന കമ്പനി എക്സ് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്ന ബിസിനസ് അത് എത്ര ഗ്രോത്ത് ഉണ്ട്, ആ ഗ്രോത്ത് CAGR ഇത്ര % ഉണ്ട്. അത് മോർ ദാൻ നമ്മൾ ഇൻഫ്ലേഷൻ കാലിന് മുകളിലായിരിക്കണം. ഇൻഫ്ലേഷൻ 7 അല്ലെ 8% ആണെങ്കിൽ CAGR ഷുഡ് ബി മോർ ദാൻ 50% ആയിരിക്കണം. അങ്ങനെ 50% മേളിലുള്ള ടോപ്പ് കമ്പനിയുടെ പ്രൈസ് താഴെ വരുമ്പോൾ പോലും അവർ ആ പർട്ടിക്കുലർ സെഗ്മെന്റിലെ ലീഡേഴ്സ് ആയിരിക്കും. ലീഡർഷിപ്പ് അവർ വിട്ടുകൊടുക്കുന്നില്ല. ബിക്കോസ് ഓഫ് എക്സ്പെൻസീവ് വാല്യൂഷൻ സ്റ്റോക്ക് പ്രൈസസ് കമ്മിങ് ഡൗൺ. ഈ വാല്യൂഷന് വരുന്ന സമയത്ത് ദാറ്റ് മീൻസ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജ് 4 എന്ന് പറഞ്ഞ്. സ്റ്റേജ് 1, സ്റ്റേജ് 2, 3, 4 ഫോർ വെച്ചാൽ ഡെത്തിലേക്ക് വരുന്നു. ഡെത്ത് വന്നിട്ട് സാറിന് കുറച്ചാൾ അവിടെ കിടന്നിട്ട് 1ലേക്ക് വീണ്ടും കയറും. ഈ സമയത്തൊക്കെ ഇതിൻ്റെ അകത്ത് SIP ചെയ്യാൻ പറ്റും. ടോപ്പ് കമ്പനീസിൽ സ്മോൾ ക്യാപ് കമ്പനിയാണ്, ലാർജ് ക്യാപ്പ് അല്ല. ടോപ്പ് സ്മോൾ ക്യാപ് കമ്പനിയിൽ ബെസ്റ്റ് SIP ചെയ്യാൻ സാധിക്കും. ഇതും ബെസ്റ്റ് ആളുടെ റിട്ടേൺ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് NRI ആയിട്ടുള്ള ആൾക്കാരോട് പറയാനായിട്ടുള്ളത് നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെ ആദ്യം കണ്ടുപിടിക്കുക. നമ്മൾ ഒരാളുടെ പേര് കേട്ടല്ല പോകേണ്ടത്, ഒരാളുടെ എന്തുമാത്രം ക്രെഡിബിലിറ്റി എന്ന് മാത്രമുണ്ട്, അദ്ദേഹത്തിൻ്റെ അഡ്വൈസിൽ എന്തുമാത്രം റിട്ടേൺസ് ഒരാൾക്കാർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരാളത്ത് പോകുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഒരു 10-15 ആൾക്കാരെ ക്ലയൻസിൻ്റെ ഡീറ്റെയിൽ മേടിച്ചിട്ട് നമുക്ക് അവരുമായിട്ടും സംസാരിക്കാം. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ക്രെഡിബിലിറ്റി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അവരുമായിട്ടിരുന്നിട്ട് നമുക്ക് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യാൻ സാധിക്കണം ശരിക്കും. അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഒരു സ്മോൾ ക്യാപ് ട്രേഡർ ആയിട്ട് പോലും സ്മോൾ ക്യാപ്പ് അധികം പറയാത്തതെന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്പ് ട്രേഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഭയങ്കര ടഫാണ്. അത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി പഠിച്ചാൽ മാത്രമേ സ്മോൾ ക്യാപ്പ് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതെല്ലാം സെയിം ക്വാർട്ടറിൽ എക്സിറ്റും സെയിം ക്വാർട്ടറിൽ എൻട്രിയുമായിട്ടുള്ള കൺസെപ്റ്റാണ്. അത് നോർമലി മാസ്റ്റർ ചെയ്യുവാണ് എങ്കിൽ ഒരു 20-30% റിട്ടേൺ കൊടുക്കും. പക്ഷേ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എന്നുള്ളത് അടിവരയായിട്ട് പറയേണ്ട കാര്യമാണ്. അതുപോലെ അത് വർക്ക് ചെയ്യാനുണ്ട് ശരിക്കും. പക്ഷേ ആ രീതിയിലൊക്കെ മാസ്റ്റർ ചെയ്ത് വന്നാൽ ശരിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു പാട്ടും നമുക്ക് അതിൻ്റെ തന്നെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് അതിനേക്കാൾ ഒരു ഡെറ്റിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറെ കൂടെ റിസ്ക് കുറഞ്ഞതും ബെറ്റർ റിട്ടേൺ തരുന്നതും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അവർക്ക് തീർച്ചയായും പ്ലാൻ ചെയ്യാൻ സാധിക്കും. സാർ ഇപ്പോൾ പറഞ്ഞൊരു റേഞ്ച് എന്ന് പറയുന്നത് 25-30 വയസ്സായ ഒരു റേഞ്ചിലല്ലേ? ഇപ്പോൾ അതല്ലാണ്ട് അവിടെ കുറേ വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രവാസികൾ ഉണ്ടായിരിക്കും, ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന പ്രവാസികൾ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള പ്രവാസികളെയൊക്കെ സംബന്ധിച്ച് ഈ സാർ ഇപ്പോൾ ഈ പറഞ്ഞ പ്ലാൻ എത്രത്തോളം ആപ്റ്റാണ്, അവരെങ്ങനെയായിരിക്കും കുറച്ചുകൂടെ ഐഡിയലായിട്ട് അതിനെ ഒന്ന് മാനേജ് ചെയ്യേണ്ടി വരിക? ഒന്നാമത്തെ അങ്ങനെ പ്രവാസികൾ വെച്ചാൽ അവർ ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ്, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ അവർക്കൊന്ന് എന്താ പറയണ്ടേ കുറച്ചുകൂടെ ബെറ്റർ ആയ രീതിയിൽ അവർക്കൊന്ന് ചാനലൈസ് ചെയ്യാൻ സാധിക്കും. അവർക്ക് വേണമെങ്കിൽ വീണ്ടും പെൻഷൻ പാർട്ട് വീണ്ടും അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് വേണമെങ്കിൽ ഗോൾഡൻ പൈപ്പ് പോയിട്ട് AAA റേറ്റഡ് ബോണ്ട് വീണ്ടും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ശരിക്കും ഡെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട്സ് അവർക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. കാരണം പ്രായം കൂടുന്തോറും നമ്മുടെ റിസ്ക് എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലായി? നമ്മുടെ ക്യാപിറ്റൽ പ്രൊഡക്ഷൻ ആണ് പ്രായം കൂടുതലും. 25 വയസ്സുള്ള ഒരാളുടെ റിസ്ക് പ്രൊഫൈൽ അല്ല 50 വയസ്സുള്ള ആളുടെ റിസ്ക് പ്രൊഫൈൽ. പ്രായം കൂടുന്തോറും റിസ്ക് എപ്പോഴും കുറഞ്ഞ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം അവിടാണ് നമുക്ക് സേഫ്റ്റി കൂടുതൽ ശരിക്കും. 25 ഇയേഴ്സിൽ വേണമെങ്കിൽ കുറെ കൂടെ റിസ്ക് എടുക്കാൻ പറ്റും. 50 ഇയേഴ്സ് നമ്മുടെ റിസ്കിൻ്റെ ലിമിറ്റ് ഉണ്ട്. 60 ഇയേഴ്സ് എടുക്കുന്ന റിസ്ക് എന്ന് പറയുമ്പോൾ കുറെ കൂടെ എന്താ പറയേണ്ടത്, അത് വളരെ കെയർഫുൾ ആയിരുന്നു, വളരെ ബ്രില്യൻ്റ് ആയിട്ട് മാത്രമേ പ്ലാൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു 50 അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ 40+ അല്ലെങ്കിൽ 45+ ഉള്ള ആളുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുറച്ചുകൂടെ ഡെറ്റ് ഫണ്ട് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോൺസ് അതിനൊക്കെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതാണ് നല്ലതെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇക്വിറ്റിയെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല ഒരാളെ സംബന്ധിച്ച് വേറെ ഓപ്ഷൻസ് ഇല്ല. എന്താണ് ഓപ്ഷൻ ഉള്ളത്? അവർക്ക് ഗോൾഡ്, സിൽവർ, ബോണ്ട് അല്ലെ ഡെറ്റ് ഫണ്ട്സ് ഇതൊക്കെ ഓപ്ഷൻ ആയിട്ടുള്ളൂ. ഇക്വിറ്റിയെ കുറിച്ച് മാസ്റ്റർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് they can still maintain 50-60% in equities actually. അത് ഒരാൾക്കാരുടെ പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചത്. അപ്പോൾ ഏജ് അനുസരിച്ച് നമ്മുടെ റിസ്ക് കപ്പാസിറ്റി അനുസരിച്ച് ഇത്തരത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് സാർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ തീർച്ചയായിട്ടും സമീപിക്കാൻ മറക്കരുത്. ഏതായാലും ET ടോക്സിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം.